സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലവും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്തോത്രം അതിൽ നിന്ന് ദൈവം തന്ന ചില ആത്മീയ ദൂതുകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 47-ാം സങ്കീർത്തനം സ്തോത്രം നമ്മൾ പതിവായി ചിന്തിച്ചു വരുന്നത് പോലെ തന്നെ കോരഹപുത്രന്മാർ തന്നെ എഴുതിയതാണ് ഈ 47-ാം സങ്കീർത്തനവും. സംഗീത പ്രമാണിക്ക് കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനം. സർവ്വഭൂമിക്കും മഹാരാജാവായ ദൈവം സ്തോത്രം, ഗോഡ് ദ കിങ് ഓഫ് ദ എർത്ത് ഹല്ലേലൂയ എന്ന ഒരു തലക്കെട്ടോടുകൂടി സ്തോത്രം ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇത് പ്രവചന സങ്കീർത്തനമെന്നാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് കാണുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളിലെ 38-ാമത്തെ പ്രവചന പുസ്തകമായി ഈ സ്തോത്രം സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വീകരിക്കുവാനും, ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിനെ ഹല്ലേലൂയ എങ്ങനെ മഹത്വീകരിക്കണം സ്തോത്രം എന്ന് ഹല്ലേലൂയ വെളിവാക്കുന്ന ഒരു സങ്കീർത്തനമാണ് സ്തോത്രം. അപ്പോൾ തന്നെ 1 മുതൽ 9 ഉള്ള വാക്യങ്ങൾ സ്തോത്രം നടക്കുവാനിരിക്കുന്ന സ്തോത്രം ഒരു പ്രവചനമാണ് എന്ന് സ്തോത്രം മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇപ്രകാരം പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, സ്തോത്രം ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. സ്തോത്രം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് നടക്കുവാൻ ഉള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രവചനമാണ്. സ്തോത്രം. കാരണം സകല ജാതികളുമായുള്ളവർ ഹല്ലേലൂയ സകല വംശങ്ങളുമായിട്ടുള്ളവർ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഹല്ലേലൂയ സ്തോത്രം ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിട്ടുണ്ടെങ്കിലും സ്തോത്രം ഇതുവരെയും അതിന് പൂർണ്ണമായും അതിൻ്റെ ഒരു നിവൃത്തീകരണത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പഷ്ടമായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. 9-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്ന ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വംശങ്ങളിലായിട്ടുള്ളവർ സ്തോത്രം, ഹല്ലേലൂയ ജാതികളായിട്ടുള്ളവർ, ഗോത്രങ്ങളായിട്ടുള്ളവർ, ഇങ്ങനെയുള്ള സ്തോത്രം മനുഷ്യരാശി സ്തോത്രം പൂർണ്ണമായും സ്തോത്രം കർത്താവിനെ വിശേഷാൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഈ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്ന സ്തോത്രം ഹല്ലേലൂയ ഒരു കാലത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പ്രവചിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? കർത്താവ് നമ്മളെ ചേർക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് രണ്ടാമത് വരുമ്പോൾ അത് ആരംഭിക്കാൻ പോവുകയാണ്. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ ഒരു 1000 ആണ്ട് വാഴ്ച സ്തോത്രം, ഒരു സഹസ്രാബ്ദ വാഴ്ച ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. അങ്ങനെ അവിടെ തുടങ്ങി നിത്യതയിൽ ഹല്ലേലൂയ നിത്യതയോളം നിത്യതയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സ്തോത്രം സകല ജാതികളുമായിട്ടുള്ളവർ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഈ സങ്കീർത്തനം ഒരു ഹല്ലേലൂയ വരുവാനിരിക്കുന്ന നിവൃത്തിയാകുവാനുള്ള ഒരു സങ്കീർത്തനമായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കുവീൻ. അപ്പോൾ ഹല്ലേലൂയ നോക്കിക്കേ, ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്നുള്ള ഒരു ഹല്ലേലൂയ മുഖവുര അവിടെ സങ്കീർത്തനക്കാരൻ തരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇവിടെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ശ്രദ്ധിച്ചതുപോലെ സ്തോത്രം അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി മാറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിസ്തയേശുവിലൂടെ ആർക്ക് ലഭിച്ചു? സകല ജാതികൾക്കും ലഭിച്ചു. ആമേൻ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലഭിക്കുകയും അതിന് നമ്മൾ ഭാഗവാക്കായി തീരുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഭാഗവാക്കായി തീർന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ തുടങ്ങേണ്ടുന്ന ഒന്നാണ് എന്ത്? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വീകരിക്കുക, ദൈവത്തിന് സ്തോത്രം കൊടുക്കുക, ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജയഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം, കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഈ സങ്കീർത്തനം ഈ വേദപുസ്തകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഇതിന് ദൈവം ഹല്ലേലൂയ പാത്രനാണോ എന്നുള്ളത് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ കുറച്ചുകൂടി ബോധ്യമാക്കി തരുന്നു. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നാം സ്തുതിക്കുന്നവനായ ദൈവം, നമ്മൾ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം കരഘോഷങ്ങളാലും സ്തോത്രം ജയഘോഷങ്ങളാലും ആർക്കുന്നവനായ ഈ ദൈവം ആരാണെന്നാണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൻ അത്യുന്നതനായ ഹല്ലേലൂയ യഹോവയാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? അത്യുന്നതനാണ്.
സകല നാമങ്ങൾക്കും മേലായ നാമമുള്ള സ്തോത്രം ഹല്ലേലൂയ ഉന്നതമായ ഒരു പദവിയെ അലങ്കരിക്കുന്നവനാണ് ആര്? സ്തോത്രം നാം സേവിക്കുന്നവനായ, അല്ലെങ്കിൽ നാം ആർക്കുന്നവനായ, നമ്മൾ സ്തുതിക്കുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ യഹോവയായ ഈ ദൈവം ഭയങ്കരനാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പലപ്പോഴും ഭയങ്കരൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പൊതുവായി സ്തോത്രം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ നമുക്കിങ്ങനെ പറയാം, ആ വ്യക്തി അയാളൊരു ഭയങ്കരനാണ് കേട്ടോ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം വിവരിക്കുന്ന അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഒതുക്കുന്ന ഒരു രീതിയിലല്ല സ്തോത്രം സങ്കീർത്തനക്കാരൻ ഇവിടെ കർത്താവിനെ ഭയങ്കരൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് നിരൂപിക്കുവാൻ കഴിയാത്ത സ്തോത്രം ഒരു നിലയിൽ ആണ്, അത്രമാത്രം ഒരു ഉന്നതമായ ഒരു പദവിയാണ് നമ്മുടെ കർത്താവ് അലങ്കരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു അത്യുന്നതനായ ദൈവം ആരാണ്? ആ കർത്താവ് ആരാണ്? ഭയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്. അത് സ്തോത്രം കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കുവാനും കർത്താവിൻ്റെ ജനമായി മാറുവാനും തക്കവണ്ണം ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടും ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നാൽ സ്തോത്രം തിരുവചനം ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഹല്ലേലൂയ മനസ്സിലാക്കി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് സ്തുതിക്ക് യോഗ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് തന്നെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി ഹല്ലേലൂയ കുറച്ചും കൂടെ വ്യക്തമായി സ്പഷ്ടമായി ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട് ഞാൻ ആരാണ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഞാൻ സ്തുതിക്ക് യോഗ്യനായി മാറുന്നതെന്ന് കർത്താവ് പറയുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 18 വാക്യം മുതൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പോൾ ദൈവം ആരാണ്? സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, കർത്താവാണ് എന്ന് കർത്താവോടെ ഹല്ലേലൂയ പ്രവാചകനോട് പറയുകയാണ്. ഞാൻ തന്നെ ദൈവം. ഹല്ലേലൂയ. ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഞാൻ വെറുതെയല്ല സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യർക്ക് പാർപ്പിടമായി ഞാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് വ്യർത്ഥമായിട്ടല്ല ഞാൻ അതിനെ സൃഷ്ടിച്ചത്. ആമേൻ. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. അപ്പം ഞാൻ തന്നെയാണ് യഹോവ, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാൻ തന്നെയാണ് പൂർണ്ണമായ ദൈവം. ഹല്ലേലൂയ എന്ന് കർത്താവ് അവിടെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, അങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ എന്താണ് സേവിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ യാക്കോബിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഹല്ലേലൂയ ദൈവമാകുന്ന ആ ദൈവത്തിൻ്റെ ജനമായി ഹല്ലേലൂയ വേർതിരിക്കപ്പെട്ട നാം ഓരോരുത്തരും മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. അതിൻ്റെ തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം ഒരു കാര്യവും രഹസ്യത്തിൽ പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം പൂർണ്ണമായി സകലതും തൻ്റെ ജനത്തിന് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. ദൈവം പകുതി മറച്ചു വെച്ചിട്ട് പകുതി മാത്രം വെളിപ്പെടുത്തിയ ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. പൂർണ്ണമായി ദൈവം എന്താണെന്നും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുമുള്ളത് പൂർണ്ണമായും സ്തോത്രം ദൈവം ആർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഈ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സ്തോത്രം ഒരു മാനവരാശിക്കും കഴിയുകയില്ല. സ്തോത്രം. അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവം ലോകത്തിന് ഹല്ലേലൂയ താൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് പറയുകയാണ്, ഞാൻ യാക്കോബിൻ്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിക്കുവിൻ എന്നല്ല കൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ ജനമായി ദൈവം തൻ്റെ ജനത്തെ വിളിച്ചു വേർതിരിച്ചു, ഈ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ ആർത്ത് ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആർക്കുന്ന ഒരു ജനത്തെ നോക്കി ദൈവം വിളിച്ചു പറയുകയാണ്, എന്നെ വ്യർത്ഥമായിട്ട് അന്വേഷിക്കുവിൻ എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വീകരിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവജനം നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വ്യർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടി വിളിച്ചിട്ടില്ല. സ്തോത്രം. എല്ലാവർക്കും എന്തുണ്ട്? അവകാശങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. ഈ സങ്കീർത്തനത്തിലേക്ക് നാം ഓടി ഒന്ന് മടങ്ങി വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കേ, അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പം അന്നത്തെ
ഹല്ലേലൂയ. ഈ സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടത്തിൽ ഇത് ഈ സ്തോത്ര ഭക്തന്മാർ ഒരു രാജകീയ ഭരണ കാലഘട്ടത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ സ്തോത്രം ആയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ രാജ്യത്തിനെതിരെ കടന്നു വന്ന അനേക ശത്രു രാജ്യങ്ങളുണ്ടായിരുന്നു. അനേക ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രുഗണങ്ങളുണ്ടായിരുന്നു. അവർക്കെതിരെ കടന്നു വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇവരുടെ കാൽ കീഴിലാക്കി അവരുടെ മുമ്പാകെ ജയമൊരുക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജയമൊരുക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം യാക്കോബിന് അവകാശമായി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെ ദൈവം സ്നേഹിച്ച ഭക്തന്മാർക്ക് അവകാശമായി കൊടുത്തിരുന്ന ഭൂമിയെ സ്തോത്രം ഈ ഭക്തന്മാർക്ക് ദൈവം എന്ത് ചെയ്തു? അവകാശമായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുകൊണ്ട്? ദൈവത്തെ വാസ്തവമായി പിൻപറ്റുന്ന, ദൈവത്തെ വാസ്തവമായി വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ വാസ്തവമായി ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സ്തോത്രം ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ എന്തുണ്ട്? ശത്രുവിനെ തൻ്റെ തങ്ങളുടെ കാൽ കീഴിലാക്കുകയും ദൈവം അവർക്ക് ഒരു അവകാശത്തെ കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം നമുക്ക് അവകാശമുണ്ടോ എന്നുള്ളത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നെടുത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഭരമേൽപ്പിക്കുന്ന ഒരു കാര്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഈ ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവം, നിങ്ങൾ ഘോഷിക്കുന്നവനായ ഈ ദൈവം, സ്തോത്രം, നിങ്ങൾക്ക് എന്ത് വരും? ആത്മീയ വർധനവ്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ആത്മീയ വർധനവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും. സ്തോത്രം. അപ്പം നമുക്ക് എന്തുണ്ട്? ഒരു അവകാശം. ദൈവത്തെ പിൻവല്ലുന്ന ദൈവമക്കൾക്ക് എന്തുണ്ട്? പിൻപറ്റുന്ന ദൈവമക്കൾക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത്. എന്നെ യാക്കോബേ, നീ വെറുതെ എന്നെ പിൻപറ്റണം, അല്ലെങ്കിൽ എന്നെ വെറുതെ സ്തുതിക്കണം, ദൈവം എന്നെ വെറുതെ പിൻപറ്റണം, എന്നെ വെറുതെ ആരാധിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയറായി ഇത് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും എടുത്തു പറയുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്. സ്തോത്രം. നമ്മുടെ അവകാശങ്ങളെ സ്തോത്രം നാം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന് നമുക്ക് തരാൻ പോകുന്ന ആത്മീയ ഭൗതിക നന്മകളെ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ, ഇത് തരാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ആ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം, ആരാധിക്കണം, മഹത്വീകരിക്കണം. സ്തോത്രം. മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് സ്തുതി കൊടുക്കാതെ നന്മ പ്രാപിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നന്മയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നിന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് പൂർണ്ണമായ മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങനെയുള്ള ദൈവവൈതലിന് വേണ്ടി സ്തോത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ദൈവം അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് ആത്മീയമായതുകൊണ്ട് ഭൗതികമായ അവകാശങ്ങളുമുണ്ട്. സ്തോത്രം. ആത്മീയമായ അവകാശത്തിലേക്ക് ദൈവം നമ്മളെ വരും കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. സ്തോത്രം. എൻ്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് പറയാൻ ഹല്ലേലൂയ സമയമില്ല. എങ്കിലും ഒരു വാക്ക് കൂടി അവകാശത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26:18 നാം വരുമ്പോൾ അവിടെ പറയുന്നു, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. നോക്കിക്കേ. അപ്പോൾ അവിടെ പറയുന്നു, ഈ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് എന്തുണ്ട്? പാപമോചനം. ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് എന്തുണ്ട്? പാപമോചനമുണ്ട്. പാപമോചനവും ആ കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് എന്തുണ്ട്? ഒരു അവകാശവുമുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാക്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് അവകാശങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ വ്യക്തമായി ഈ സന്ദർഭത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി. എന്താണ് പറഞ്ഞത്? സ്തോത്രം. സ്തുതിക്കുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, സ്തുതിക്കുന്നവൻ, ഹല്ലേലൂയ സ്തുതിക്കുന്നവൻ ദൈവം എവിടെ കൊണ്ടുവരും? മുമ്പിൽ കൊണ്ടുവരും. സ്തുതിക്കുന്നവൻ എന്ത് ലഭിക്കും? ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കും. യഹൂദ എവിടെയായിരുന്നു? എവിടെ നിന്ന് യഹൂദയെ ദൈവം ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട്, ദൈവത്തെ മഹത്വീകരിക്കുവാൻ തക്കവണ്ണം ആരും പ്രേരിപ്പിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം. സ്തോത്രം. ഹല്ലേലൂയ.
അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവജനമാണ് നമുക്കെല്ലാവർക്കും വേണ്ടുന്നത് എന്താണ്? ആരും എന്നെ പ്രേരിപ്പിക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോടുള്ള സ്നേഹത്തെ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രകടിപ്പിക്കുന്നവരായി നാം മാറണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഒരു പാസ്റ്ററെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മറ്റേതെങ്കിലും വിശ്വാസിയെ കണ്ടിട്ടോ അല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടുന്നത്. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നിത്യമായ ഒരു രക്ഷയെ ഒരുക്കി തന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ സമയം കഴിഞ്ഞു, അത് മനസ്സിലാക്കണമെങ്കിൽ, സ്തോത്രം, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഇപ്പം നമ്മൾ വായിച്ച ഭാഗം തന്നെ 45 ഹാലിൽ താഴോട്ട് വരുമ്പോൾ, 18 മുതൽ താഴോട്ട് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. സ്തോത്രം, നിങ്ങൾ കൂടി വരുവീൻ. നോക്കി, അവിടുത്തെ വാക്ക് ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ കൂടി വരുവിൻ, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ. സ്തോത്രം. നോക്കിക്കേ, അപ്പം ജാതികളിൽ, ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ കേട്ട് സകല ജാതികളുമായുള്ളവരെ ദൈവത്തെ സ്തുതിക്കുവിൻ. ആ ഒരു കാര്യം പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഹല്ലേലൂയ, കാലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ഹല്ലേലൂയ കടന്നു വരുന്നതിന് മുൻപേ ഉള്ള സ്തോത്ര പ്രവാചക പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ജാതികളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞൊരു കൂട്ടമുണ്ട്. സ്തോത്രം, ജാതികളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനും നിങ്ങളെല്ലാവരും, നമ്മളെല്ലാം ആരായിരുന്നു? ജാതികളായിരുന്നു. അപ്പൊ ജാതികളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുകൊണ്ട് ഈ ഇസ്ഹാക്കിന്റെ, അബ്രഹാമിന്റെ, യാക്കോബിന്റെ ദൈവമായ, സ്തോത്രം, ദൈവത്തിന്റെ ജനമാകുവാൻ തക്കവണ്ണ ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്ന പദവി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക്, സ്തോത്രം, റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 1:18 മുതൽ ഒന്ന് വായിച്ചേ. സ്തോത്രം. അവിടെ പ്രകാരം പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും, സ്തോത്രം, അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സ്തോത്രം. നോക്കി, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന, സ്തോത്രം, മനുഷ്യരുടെ സകല അഭക്തിക്കും. അപ്പൊ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതിരിക്കുന്നത് എന്താണ്? ഒരു അഭക്തിയാണ്, അല്ലേ? ഭക്തിയില്ലായ്മ. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭക്തിയില്ലായ്മയാണ്. ദൈവത്തിന് ബഹുമാനം കൊടുക്കാതിരിക്കുകയാണ്. അതിനെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം, അങ്ങനെയുള്ളവർക്ക് പ്രത്യക്ഷത്തിലൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണ് ദൈവം പറയുന്നത്. അവർ ആ അഭക്തിക്കെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഇവിടെ നിന്നൊരു ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ദൈവഭക്തരോ എഴുന്നേറ്റ് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടുന്നത്, സ്തോത്രം, ദൈവം ഓൾറെഡി വെളിപ്പെടുത്തിയിരിക്കുകയാ. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. സ്തോത്രം. ഇനി ഒരുവൻ എടുത്തു സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന് പറയണ്ട. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു സന്ദർഭം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നാം, എന്ത് തോന്നുന്നു അറിയാമോ? ഇത് യഹൂദനോട് അപ്പോസ്തലനായ പൗലോസ് ഇത് യഹൂദനെ പറ്റിയാ പറഞ്ഞത്. യഹൂദൻ കർത്താവിനെ സ്വീകരിച്ചില്ലല്ലോ വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ, സ്തോത്രം, അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയണം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അപ്പൊ അറിഞ്ഞ ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ലേ? നമ്മളും ആരാണ്? ആ കൂട്ടത്തിൽ പെടാൻ യോഗ്യരാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നവർ, ഹല്ലേലൂയ, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ എവിടേക്കോ ഈ ഒരു ഇരുണ്ട ഹൃദയം, ദൈവം, എൻ്റെ ദൈവം ആരാണെന്ന് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തെ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, സ്തോത്രം, ഏത് പദവിയാണ് ഞാൻ അലങ്കരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇരുണ്ടു പോയൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവസ്ഥയിലേക്ക് പോയവരെ ദൈവം എന്തു ചെയ്തു? അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്തോത്രം, അവരെ അപമാന രാഗങ്ങളിൽ അവർ ഇഴുകിച്ചേരേണ്ടെന്ന് അവരെ അശുദ്ധി കേൾപ്പിച്ചെന്നായിരുന്നു എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതും വലിയൊരു സബ്ജക്റ്റാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞവനാണ് ഞാൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ, ദൈവത്തിന്റെ ജനമാകുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചവനാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴും വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ നമുക്കിടയായി തീരണം. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ദൈവം അവകാശങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.